പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് ആദമിനും ഹവയ്ക്കും വേണ്ടി എല്ലാം സൃഷ്ടിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഈ തോട്ടത്തിലുള്ള എല്ലാം നിങ്ങൾക്ക് യഥേഷ്ടമായി ആസ്വദിക്കാം, പക്ഷെ തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നു, നാളിൽ. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞ മരണം സംഭവിച്ചില്ലല്ലോ. അവരുടെ ശരീരത്തിൽ പിന്നെയും ഉണ്ട്. കർത്താവ് പിന്നെ അവരോട് സംസാരിക്കുക, കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു, കർത്താവിനോട് സംസാരിക്കുന്നു, തോൽ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ മരിച്ചിരുന്നുവെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ എന്താണ് മരണം? റോമാലേഖനം 8-6 ഇങ്ങനെ പറഞ്ഞു, ജഡത്തിന്റെ ചിന്ത മരണം. അതായത് അവരാ ഒരു നിമിഷം മുതൽ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ തെറ്റിയോ. അതായത് ദൈവം അവരെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന പോലെ ആണ് അവര് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ദൈവം അവരെ കണ്ടുകൊണ്ടിരുന്നത്, അവർക്ക് അവരുടെ യഥാർത്ഥ രൂപം ദൈവത്തിനറിയാം. ദൈവം ഒരിക്കൽ പോലും അവരെ നഗ്നരായിട്ടല്ല കണ്ടത്. തന്റെ സൃഷ്ടിയും തന്റെ മക്കളുമായിട്ട് തന്നെയാ ദൈവം കണ്ടത്. അവർ നഗ്നരായിട്ട് പോലും അവരുടെ നഗ്നത കർത്താവിന് അവരോട് അടുത്തു വരുവാനോ സംസാരിക്കാനോ ഒന്നും ഒരു തടസ്സമായിരുന്നു. പക്ഷേ പാപം ചെയ്ത അന്ന് മാറ്റം ഉണ്ടായത് ആദമിന്റെയും ഹവ്വയുടെയും ചിന്താഗതി. അവർ ദൈവം അവരെ കണ്ടുകൊണ്ടിരുന്നത് പോലെ കണ്ടതിന് പകരമായിട്ട് അവരെ തന്നെ കാണാനായിട്ട് തുടങ്ങി. അവർ നഗ്നരെന്നറിഞ്ഞു. അവിടെയാണ് പാപം സംഭവിച്ചത്. ജഡത്തിന്റെ ചിന്തയാണ് മരണത്തിലേക്ക് അവരെ കൊണ്ടുപോയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് നിങ്ങളെ കാണുന്നത് പോലെ നിങ്ങൾ കാണാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതം അത്ഭുതമായി തീരും, അനുഗ്രഹമായി തീരും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, നിങ്ങൾ ഒരിടത്തും നിങ്ങളെ കണ്ടം ചെയ്യരുത്. ലോകം പറയുന്നത് കൊണ്ട്, ലോകം ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്, അതനുസരിച്ചല്ല നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. കർത്താവ് നിങ്ങളെ കാണുന്നത് പോലെ ഒന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ കർത്താവിനെ നീതീകരിക്കപ്പെട്ടവനാണ്, ഞാൻ കർത്താവിന്റെ പൈതലാണ്, കർത്താവിന്റെ വിലയേറിയവനാ. ആ ബോധ്യത്തോടുകൂടെ ഇന്ന് പകൽ വാഴുക. ദൈവം നിങ്ങളെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ കാണുക. ഗോഡ് ബ്ലസ് യു. ആമേൻ.